everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 31st lecture on Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about capital gains on shifting of industrial undertaking from urban area to non-urban area, which comes under section 54G of Income Tax Act. And in this lecture, we are going to discuss a problem on capital gains on shifting of industrial undertaking from urban area to non-urban area. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പ്രഭാത് ഇൻഡസ്ട്രീസ് മുംബൈ ഷിഫ്റ്റഡ് their industrial undertaking to a remote village with effect from 1/1/2020. In connection with the shifting, they sold the following assets on 30/11/2019. അതായത് മുംബൈയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള പ്രഭാത് ഇൻഡസ്ട്രീസ് അവരുടെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഒരു റിമോട്ട് വില്ലേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വിത്ത് ഇഫക്റ്റ് ഫ്രം 1/1/2020. ആൻഡ് ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായി പ്രഭാത് ഇൻഡസ്ട്രീസ് ഇനി പറയുന്ന അസറ്റുകൾ 30/11/2019 എന്ന ഡേറ്റിന് വിറ്റു. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഫർണിച്ചറുമാണ് സെയിൽ നടത്തിയിരിക്കുന്നത്. സെയിൽസ് പ്രൈസ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടേത് 20 lakhs റുപ്പീസാണ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെത് 50 lakhs റുപ്പീസും ഫർണിച്ചറിൻ്റെത് 10 lakhs റുപ്പീസുമാണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടേത് 50 lakhs റുപ്പീസും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെത് 10 lakhs റുപ്പീസും ഫർണിച്ചറിൻ്റെത് 25 lakhs റുപ്പീസുമാണ്. കോസ്റ്റ് അണ്ടർ സെക്ഷൻ 50 ദാറ്റ് ഈസ് WDV റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് സെക്ഷൻ 50 പ്രകാരമുള്ള കോസ്റ്റ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടേത് 5 lakhs റുപ്പീസും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെത് 4 lakhs റുപ്പീസും ഫർണിച്ചറിൻ്റെത് 5 lakhs റുപ്പീസുമാണ്. കോസ്റ്റ് ഓഫ് ദ ന്യൂ അസറ്റ് പർച്ചേസ്ഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടേത് 10 lakhs റുപ്പീസും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെത് 30 lakhs റുപ്പീസും ഫർണിച്ചറിൻ്റെത് 2 lakhs റുപ്പീസുമാണ്. ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ന്യൂ അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ 31/10/2019 ആണ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ 31/12/2019 ആണ്, ഫർണിച്ചറിൻ്റെ കേസിൽ 31/01/2020 ആണ്. കോസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ദ റിമൈനിങ് അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ 1 lakh റുപ്പീസ് ആണ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ നിൽ, ഫർണിച്ചറിൻ്റെ കേസിൽ 10,000 റുപ്പീസ് ആണ്. ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. കമ്പ്യൂട്ട് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് ഇഫ് എനി. ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് പോകാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ ഇയർ 2019-20. അസറ്റുകൾ നമുക്കറിയാം, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ സെയിൽസ് പ്രൈസ് തന്നിട്ടുണ്ട്, അതാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഓരോ അസറ്റിൻ്റെ കേസിലെയും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നോക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറി 20 lakhs റുപ്പീസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50 lakhs റുപ്പീസ്, ഫർണിച്ചർ 10 lakhs റുപ്പീസ്. ഇവിടെ സെയിൽ നടന്ന അസറ്റുകളായ പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഫർണിച്ചറും ഒക്കെ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണ്. ഡിപ്രീഷ്യബിൾ അസറ്റ്സിൻ്റെ കേസിൽ റിസൾട്ടിംഗ് ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ആൻഡ് ഈ കേസസിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കോസ്റ്റ് അണ്ടർ സെക്ഷൻ 50 എന്ന് പറഞ്ഞ് റിട്ടേൺ ഡൗൺ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള അസറ്റുകളുടെ കേസിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും റിട്ടേൺ ഡൗൺ വാല്യൂ ലെസ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 20 lakhs റുപ്പീസ് ആണ്, ലെസ് റിട്ടേൺ ഡൗൺ വാല്യൂ അണ്ടർ സെക്ഷൻ 50. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ 5 lakhs റുപ്പീസ് ആണ്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ 20 lakhs റുപ്പീസായ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും റിട്ടേൺ ഡൗൺ വാല്യൂ ആയ 5 lakhs റുപ്പീസ് ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ആൻഡ് ദ എമൗണ്ട് ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് 15 lakhs റുപ്പീസ്. ഇനി അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 50 lakhs റുപ്പീസ് ആണ്, റിട്ടേൺ ഡൗൺ വാല്യൂ 4 lakhs റുപ്പീസ് ആണ്. സോ 50 lakhs റുപ്പീസിൽ നിന്നും 4 lakhs റുപ്പീസ് ലെസ് ചെയ്യുമ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും, 46 lakhs റുപ്പീസ് ആണ്. അടുത്തത് ഫർണിച്ചറിൻ്റെ കേസിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 10 lakhs റുപ്പീസ് ആണ്, റിട്ടേൺ ഡൗൺ വാല്യൂ 5 lakhs റുപ്പീസ് ആണ്. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനായ 10 lakhs റുപ്പീസിൽ നിന്നും റിട്ടേൺ ഡൗൺ വാല്യൂ ആയ 5 lakhs റുപ്പീസ് ലെസ് ചെയ്യുമ്പോൾ ഫർണിച്ചറിൻ്റെ കേസിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും, 5 lakhs റുപ്പീസ് ആണ്. ഓക്കെ,
ഇപ്പോൾ നമ്മൾ സെയിൽ നടന്ന ഓരോ അസറ്റിൻ്റെയും കേസിലുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടെത്തി കഴിഞ്ഞു. ഇനി സെക്ഷൻ 54G പ്രകാരമുള്ള എക്സംഷനായുള്ള ടോട്ടൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്ന് നോക്കാം. നമ്മളിവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെയും ഫർണിച്ചറിൻ്റെയും കേസിലുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടെത്തി. ആൻഡ് നമ്മൾ സെക്ഷൻ 54G ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടീഷനിൽ പറഞ്ഞിരുന്നു പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഈ നേച്ചറിലൊക്കെ ഉള്ള അസറ്റുകൾക്കാണ് സെക്ഷൻ 54G പ്രകാരമുള്ള എക്സംഷൻ ലഭിക്കുന്നത്. ഫർണിച്ചറിനൊന്നും സെക്ഷൻ 54G പ്രകാരമുള്ള എക്സംഷൻ ലഭിക്കില്ല. സോ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനായ 15 lakhs rupeesഉം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനായ 46 lakhs rupeesഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 61 lakhs rupees ആണ് ടോട്ടൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫോർ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54G. നമ്മൾ സെക്ഷൻ 54G ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള 3 വർഷത്തിനുള്ളിലോ പുതിയ മെഷീനറിയോ പ്ലാന്റോ ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യുന്നതിനോ കൺസ്ട്രക്ട് ചെയ്യുന്നതിനോ ഈ ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കണമെന്ന്. ഇവിടെ പുതിയ അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിലാണ്. സോ സെക്ഷൻ 54G പ്രകാരമുള്ള എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ടോട്ടൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫോർ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54G ആയ 61 lakhs rupeesൽ നിന്നും ആദ്യം ലെസ് ചെയ്യേണ്ടത് ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനായി യൂട്ടിലൈസ് ചെയ്ത എമൗണ്ട് ആണ്. എമൗണ്ട് യൂട്ടിലൈസ്ഡ് ഫോർ ന്യൂ അസറ്റ്. അതും പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെയും കേസിൽ മാത്രമേ കിട്ടൂ, ഫർണിച്ചറിൻ്റെ കേസിൽ കിട്ടില്ല. സോ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് പർച്ചേസ്ഡ് 10 lakhs rupees ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് പർച്ചേസ്ഡ് 30 lakhs rupees ആണ്. സോ ടോട്ടൽ 40 lakhs rupees. ആൻഡ് കോസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ദ റീമെയിനിങ് അസറ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെയും കേസിലുള്ള കോസ്റ്റാണ് എടുക്കുന്നത്. ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ദ റിമൈനിങ് അസറ്റ് നില്ലാണ്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടേത് മാത്രമേ ഇവിടെ എടുക്കാനായിട്ടുള്ളൂ, 1 lakhs rupees. സോ 61 lakhs rupeesൽ നിന്നും ലെസ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് യൂട്ടിലൈസ്ഡ് ഫോർ ന്യൂ അസറ്റ് ആയ 40 lakhs rupeesനോടൊപ്പം കോസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ദ റിമൈനിങ് അസറ്റ് ആയ 1 lakhs rupees കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 41 lakhs rupees ആണ്. 61 lakhs rupeesൽ നിന്നും 41 lakhs rupees ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ദാറ്റ് ഈസ് ₹20 lakhs. ഇനി ഫർണിച്ചറിൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കേസിൽ സെക്ഷൻ 54G പ്രകാരമുള്ള എക്സെപ്ഷൻ അവൈലബിൾ അല്ല. സോ ഫർണിച്ചറിൻ്റെ കേസിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിൾ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ഫർണിച്ചർ 5 lakhs rupees. സോ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെയും കേസിൽ ടാക്സബിൾ ആകുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയ 20 lakhs rupeesനോടൊപ്പം ഫർണിച്ചറിൻ്റെ കേസിൽ ടാക്സബിൾ ആകുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയ 5 lakhs rupees കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 25 lakhs rupees ആണ് ടോട്ടൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ. ക്ലിയർ? Hope you all understand this problem. With this lecture, we are concluding our second chapter, that is capital gains.